നമസ്തേ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുനാവായിൽ നടന്ന മാഘമഹ മഹോത്സവം, അതായത് കുംഭമേള, മഹാകുംഭമേള, തെക്കേ ഇന്ത്യയുടെ മഹാകുംഭമേള, അത് പൂർവാധികം ഭംഗിയായി തന്നെ സമാപിച്ചിരിക്കുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ ഒട്ടനവധി ആശങ്കകളുണ്ടെങ്കിലും ഒടുവിൽ വലിയ രീതിയിലുള്ള ഭക്തജന സാന്നിധ്യമാണ് ഇതിലുണ്ടായത്. എന്തായാലും ഇതിൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു സമയം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽജി, ഹിന്ദു സമ്മേളനം ഈ പറഞ്ഞതുപോലെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, വലിയ പബ്ലിസിറ്റി ഇല്ലാതെയാണ് തുടങ്ങിയെങ്കിൽ കൂടിയും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷേ പറയത്തക്ക പരിക്കുകളൊന്നുമില്ലാതെ അത് പൂർവാധികം ഭംഗിയായി സമാപിച്ചു. പക്ഷേ ഇതിനിടയിലും നമ്മൾ ചർച്ച ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഇല്ലേ? ഇവിടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, ഹിന്ദുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ വരുമ്പോൾ സർക്കാർ അതിൽ നിലകൊള്ളുന്ന സമീപനങ്ങൾ, ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ അനുവാദം പോലും ഒരു ഘട്ടത്തിൽ തടഞ്ഞതാണ്. പക്ഷേ ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിനെതിരെ വലിയ ബഹുസ്വരത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്നൊക്കെ കണ്ട് ഇതിനോട് മാറ്റി നിർത്തപ്പെട്ട് അവർ എങ്ങനെയൊക്കെയോ ഇതിൽ ഉൾപ്പെടുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് സൂചിപ്പിക്കാനുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്? കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 2011 സെൻസസ് അനുസരിച്ചുകൊണ്ട് ഏകദേശം 53%. അതിനുശേഷം വർഷം 16 കഴിഞ്ഞു. 2021 സെൻസസ് കേരളത്തിൽ നടന്നില്ല, കോവിഡ് കാരണം. ഇന്നൊരു സെൻസസ് നടക്കുകയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദുവിന്റെ ജനസംഖ്യ 50% താഴെ ന്യൂനപക്ഷമായി മാറി. ആ ഒരു സാഹചര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ ഇടതു നേതാക്കന്മാരും വലതു നേതാക്കന്മാരും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ പോക്കറ്റിൽ ഏകദേശം ഇത്ര ശതമാനം ഹിന്ദു വോട്ടുകൾ ഉണ്ട്. അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്, അതൊന്നും ഇനി പോകത്തില്ല. പക്ഷെ മറുവശത്ത് നിൽക്കുന്നത് ആ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് കൊടുത്താൽ മാത്രമേ ആ വോട്ടുകൾ കിട്ടുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് അറിയാം. താങ്കൾ ഇപ്പോൾ ചോദിച്ച ഈ ചോദ്യം തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ ഒന്ന് ചിന്തിക്കുക. ഈ കഴിഞ്ഞ ജനുവരി മാസം 2-ാം തീയതി തൊട്ട് 16-ാം തീയതി വരെ കാന്തപുരത്തിന്റെ നേതൃത്വത്തില് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഒരു ജമാഅത്ത് റാലി സംഘടിപ്പിക്കുകയുണ്ടായി, ഒരു ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ആ റാലി ബഹുജന പങ്കാളിത്തം, ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ച് ധാരാളം പങ്കാളിത്തമുള്ള വലിയൊരു പരിപാടിയായിരുന്നു. അത് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരായിരുന്നു? ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന CPM-ന്റെ MP ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ആരാണ്? 100% ഹൈന്ദവ വിരുദ്ധനായ ഒരു വ്യക്തിയാണ് ജോൺ ബ്രിട്ടാസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം കൈരളി TV-യുടെ MD ആയിരുന്ന കാലയളവിൽ, കൈരളി TV ഇന്നും നഷ്ടത്തിലാണ്, CPM ഭരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നും നഷ്ടത്തിലാണ്. എന്നും വലിയേട്ട സിനിമ മാത്രം കാണിച്ചാൽ എങ്ങനെ ലാഭത്തിലുണ്ടാവും? ഇടയ്ക്ക് അദ്ദേഹത്തെ കോർപ്പറേറ്റ് ചാനലിന്റെ കോർപ്പറേറ്റ് ബിസിനസ് പഠിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റിലേക്ക് അയച്ചിരുന്നു. പക്ഷെ അതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. അതെ. ആ ബ്രിട്ടാസ് എന്താ ചെയ്തത്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൈരളി TV എടുത്തു കൊടുത്ത ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിൽ പോയി അമൃതാനന്ദമയി ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ഒരു വനിതയെ കണ്ട് അമൃതാനന്ദമയെ മോശമാക്കാനുള്ള ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ട് വന്ന് 1-2 ഭാഗമായി കൈരളി TV കാണിച്ച ഹൈന്ദവ വിരുദ്ധ നടപടിയുടെ ആളാണ് ബ്രിട്ടാസ്. ആ ബ്രിട്ടാസ് ഇവിടെ പോയി ഉദ്ഘാടനം ചെയ്തു. ആ യാത്ര തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിച്ച സമയത്ത് ഈ കാന്തപുരത്തിന്റെ ഇടതുവശത്തിരുന്നത് ആരാണ്? ഇടതുവശത്തിരുന്ന ഇടതു മുന്നണിയുടെ നേതാവായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും, വലതുവശത്തിരുന്നത് വലതു മുന്നണിയുടെ നേതാവ്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനുമാണ്. എന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഞങ്ങൾ വേവലാതിയില്ല. ഈ ഒരൊറ്റ വ്യക്തി പോലും ഈ താങ്കൾ ചോദിച്ച തിരുനാവായിലെ ഈ കുംഭമേളയ്ക്ക് പോയില്ല. കുംഭമേളയ്ക്ക് പോകില്ല എന്ന് മാത്രമല്ല, അതിനെ തകർക്കാന്, അത് തുടങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അതൊരു സംഭവം. 2, ഈ കേരളത്തിൽ തന്നെ എത്രയോ ഹിന്ദു സന്യാസിനിമാരുണ്ട്, അല്ലെങ്കിൽ ഈ പുരാണ പാരായണം നടത്തുന്ന എത്രയോ വ്യക്തികൾ കേരളത്തിലുണ്ട്. അവർ ഈ പുരാണ പാരായണ സംഘടനയുടെ, അല്ലെങ്കിൽ കേരളത്തിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആചാര്യന്മാരുടെ ഒരു സംഘടന കേരള സംസ്ഥാന സർക്കാരിൽ പെൻഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളായി. ഇതുവരെ 1 രൂപ ആ പാവങ്ങൾക്ക് ഒരു പെൻഷനും കൊടുത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താ പോസ്റ്റ് ഇട്ടത്? കന്യാസ്ത്രീകൾക്ക് പെൻഷൻ അനുവദിച്ച പിണറായി സർക്കാരിന് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്ത് ചെയ്തു? അതിന്റെ പ്രത്യുപകാരമായി LDF-ൽ തന്നെ ഞങ്ങൾ തുടരുന്നു. അങ്ങനെ വരുമ്പോൾ ഹിന്ദു സന്യാസിനിമാരെ കാണുന്നില്ല, കന്യാസ്ത്രീകളെ കാണുന്നു. അവിടെ ഒരു ഇരട്ടത്താപ്പല്ലേ? അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്.
ഹജ്ജിന്റെ യാത്ര പോകുന്നു. ഹജ്ജ് തീർത്ഥാടകർ പോയിപ്പോൾ കേരള സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവർക്ക് സബ്സിഡി കൊടുക്കുന്നു. എല്ലാവിധ സൗകര്യങ്ങളും കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കി കൊടുക്കുന്നു. പക്ഷെ ശബരിമല പോകുന്ന ഭക്തന്മാരെ സംബന്ധിച്ച് എന്താണ്? ഇരട്ടത്താപ്പല്ലേ? പീഡിപ്പിച്ച് ബസ്സിൽ ഇടിച്ചു കയറ്റി കൊണ്ടുപോവുകയാണ്, കൂടുതൽ ചാർജ് ഈടാക്കുന്നു. ബസ് ചാർജ് ഈടാക്കുന്നത് ആ സമയത്താണ്. അതെ, അങ്ങനെയുള്ള സർവീസിന് ഇരട്ടിയാണ് ചാർജ്. അതെ, അങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? കേരളത്തിലെ ഹിന്ദുക്കള് ഒരു ഇരട്ടത്താപ്പ് അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടാം കെട്ടിലെ മക്കളായിട്ടാണ് കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും ഇവരെയൊക്കെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കേരള സമൂഹം തിരിച്ചറിഞ്ഞു. ഈ മഹാമാഘമേള വലിയ വിജയമായത് എന്താണ്? ഈ വേറൊരു കാര്യം കൂടെ താങ്കൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഒരു 6-7 മാസക്കാലം കേരളത്തിലെ രാഷ്ട്രീയ അജണ്ടകൾ നമ്മൾ നോക്കൂ. കേരളത്തിന്റെ വികസനം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിലെ പുതുതലമുറ അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന പോകുന്നില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ കേരളത്തിലെ സ്കൂൾ തുറന്നപ്പോൾ ചില വിദ്യാലയങ്ങളില് മാതാപിതാ ഗുരു ദൈവ സങ്കല്പം അനുസരിച്ചുകൊണ്ട് ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്തു. അതെന്തോ കൊടിയ പാതകമാണ്, വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് DYFI, SFI, യൂത്ത് കോൺഗ്രസും KSUവും ആ പാദപൂജ നടത്തിയ വിദ്യാലയങ്ങളിലേക്ക് മാർച്ച് നടത്തി. ആ സ്കൂളുകളെ മോശമാക്കാൻ ഉള്ള ശ്രമം നടത്തി. കേരളത്തിൽ 3-4 ദിവസം അന്തിച്ചർച്ച നടന്നു. ശ്രീ അനിൽജി, അത് തന്നെയാണ്. ഹിന്ദുക്കൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഭജന പാടിയാൽ, ഇപ്പോൾ ഭജന പാടുന്ന നന്ദഗോവിന്ദം ഭജൻസിന് പോലും വലിയ രീതിയിലുള്ള വിമർശനം കേൾക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഒരുമിച്ച് കൂടിയാൽ, അവരുടെ ഒരു ആത്മീയ സമ്മേളനം ഒരുമിച്ചുണ്ടായാൽ ഇതിനെ മറ്റുള്ളവർ ഭയക്കുകയാണോ അതോ ബോധപൂർവ്വം എതിർക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരോട് ഒരു കാര്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ ഹിന്ദുക്കളുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ? അല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്. രണ്ടാമത്തെ 1-2 ചെറിയ ഉദാഹരണങ്ങൾ കൂടെ ഞാൻ സൂചിപ്പിക്കുമ്പോൾ ഇത് വ്യക്തമായി മനസ്സിലായി. രണ്ടാമത്തേത്, ഈ പാദപൂജാ വിവാദം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഗവർണർ ഒരു ഭാരതാംബയുടെ ചിത്രത്തിലെ മാലയിട്ട് പൂജിക്കാൻ ശ്രമം നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ ഇടതു മുന്നണിയും വലതു മുന്നണിയും യൂത്തും എല്ലാം കൂടെ അങ്ങ് ഉറഞ്ഞു തുള്ളുകയല്ലായിരുന്നോ എത്രയോ ദിവസം? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഓണം ഓഗസ്റ്റ് ആയപ്പോഴേക്ക് മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിനന്ദിച്ചുകൊണ്ട് അത്തപ്പൂക്കളം തീർത്തപ്പോൾ അതിനെതിരെ കൊലവിളി നടത്തിയില്ലേ? ഹിന്ദു വിരുദ്ധതയല്ലേ ഇവിടെ കാണിച്ചത്? അതേപോലെ തന്നെ ഈ ജനുവരി മാസം 2-ാം തീയതി നറുക്കെടുത്ത നവകേരളം ലോട്ടറി ടിക്കറ്റ് എപ്രകാരമായിരുന്നു? അതും ഹിന്ദു വിരുദ്ധമല്ലേ? ശബരിമലയിൽ നടക്കുന്ന ഹൈന്ദവ വിരുദ്ധമല്ലേ? പക്ഷെ ഒരു ഗുണമുണ്ട് താങ്കൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഈ വീടുകളിൽ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, അയ്യപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കും. കേരളത്തിലെ ഹിന്ദു ഭവനങ്ങളിലൊക്കെ എഴുതി വെക്കേണ്ടത് കേരളത്തിലെ ഹിന്ദുവിന്റെ ഐശ്വര്യം പിണറായി വിജയനാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും എന്തിനെയൊക്കെയാണോ എതിർക്കുന്നത്, ഏതിനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നോ, അത് ബുമറാങ് പോലെ ഇരട്ടി ശക്തിയില് നല്ല രീതിയിൽ വരികയാണ്. കേരളത്തിലെ വേടനെ അല്ല യുവത്വത്തിന് വേണ്ടത്. കേരളത്തിലെ യുവത്വത്തിന് വേണ്ട നന്ദഗോവിന്ദത്തിനെയാണ്, അല്ലെങ്കിൽ കോഴിക്കോട് വർമ്മയാണ് വേണ്ടത്, കോഴിക്കോട് പ്രശാന്ത് വർമ്മയാണ് വേണ്ടത്. ആ രീതിയിലേക്ക് ഹിന്ദുത്വം മാറുന്നു. അതിന്റെ കാരണഭൂതന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, കേരളത്തിലെ CPM ആണ്. കേരളത്തിലെ രാമായണ മാസത്തിനെ എതിർത്തതാരായിരുന്നു? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഇന്ന് G. സുധാകരനും പ്രതിഭാകരിയും ഒക്കെ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ദേശാഭിമാനി പത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട സപ്ലിമെന്റ് വരുന്നു. കേരളത്തിലെ മഹാശോഭയാത്ര എതിർത്തവർ DYFI തന്നെ പിന്നെ ഒടുവിൽ മഹാശോഭയാത്ര തുടങ്ങേണ്ടി വന്നു. അത് കണ്ണൂർ ജില്ലയിലെ അമ്പാടിമുക്ക് എന്നൊക്കെ പറയുന്ന CPM-ന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ശോഭായാത്ര നടക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇവരെന്തിനെയൊക്കെ എതിർക്കുന്നു? ഞാൻ പറയുന്നത് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള, ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഇവരൊന്ന് എതിർക്കണേ ഭഗവാനെ എന്നാണ് എന്റെയൊക്കെയുള്ള പ്രാർത്ഥന. കാരണം എന്നാൽ മാത്രമേ കേരളത്തിലെ പുതുതലമുറയും കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളും ഒരു പരിധി വരെ ഉറങ്ങിക്കിടക്കുന്നു എന്ന് എണീറ്റ് വരത്തുള്ളൂ. ഇപ്പോൾ ഉറക്കം നടിച്ചു കിടക്കുന്ന ധാരാളം സനാതനക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് ഉണർന്നെണീറ്റ് വരാൻ ഇത്തരത്തില് ഈ പിണറായി ഒരു ഐശ്വര്യമായി മാറട്ടെ എന്നാണ് പ്രാർത്ഥന. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാനത്തെ ഒരു ബസ്സാണ്. ഈ ബസ് കൂടെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുവിന്റെ അവസ്ഥ മോശമാണ്. കൊള്ള, മോഷണം എല്ലാം ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ അപകടകരമായ രീതിയിലാണ് ഹിന്ദുത്വം പോകുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമം എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകണം. പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ അനിൽ വിളയിൽ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ? HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.